ഈ ചെമ്മടെ കൂടെ നിനക്ക് നാണാവില്ലേ? മൊയ്ത് അത് കണ്ടോ? വേലു വേലു എന്താ ഇതിന്? ഈ വയസ്സിനെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എന്തിനാ അവര് തല്ലിയത്? അന്ന് ലോറി തടഞ്ഞ് മീനിറക്കിയതിന്റെ വൈരാഗ്യം തീർത്തതാ. അതിനാ നാക്കിൽ പകരം വിട്ടിട്ട് നമ്മളോടല്ലേ? അതിന് കഴിയില്ലാത്തതുകൊണ്ട് അവരെന്നോട് തീർത്തത്. മോളെ, നീ വേലുവിനെ പെട്ടിക്കൊണ്ടുപോ, ബാക്കി നമ്മൾ നോക്കിക്കോളാം. രാജാ, നീ വാ. മോൻ ചെയ്തതാണത്താണെങ്കിലും തല്ലുകൂടിയെന്ന് വീട്ടിലറിഞ്ഞ അവരെന്ത് വിചാരിക്കും? എനിക്ക് വീടില്ലല്ലോ. അങ്ങനെ പറയരുത്. നീ നാട്ടിലെ ഒരു വലിയ മനുഷ്യന്റെ ഒരേ ഒരു മോനാണ്. എന്തായാലും വീട്ടിൽ പോകന്നെ വേണം. മൊയ്തുക്കെ ഞാൻ എന്റെ അച്ഛനെ പോലെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. നീ പഠിപ്പുള്ളവനാണ്. ആ നിറഞ്ഞ വീട്ടില് നമ്മൾ കയറി ചെല്ലുമ്പോഴെല്ലാം നിന്റെ പേരിലാണ് ശാരിപ്പങ്ങളെ കണ്ണീരൊടുക്കുന്നത്. അവരെ ഇനിയും വേദനിപ്പിക്കുന്നത് ശരിയല്ല മോനെ. ഞാൻ മൊയ്തുക്കയുടെ വീട്ടിൽ കഴിയുന്നതിൽ മൊയ്തുക്കയ്ക്ക് വിഷമമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. രാജാ, നീ നമ്മളെ പറഞ്ഞ് മടക്കി കളഞ്ഞില്ലേ? ബഷീറിനും നിനക്കും തമ്മില് നമ്മളൊരു വ്യത്യാസം കണ്ടിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നമ്മൾ പറയില്ല. മൊയ്തുക്ക, ആ നീ ബാ. എന്നിട്ട് എന്തുണ്ടായി ശങ്കര? മൊയ്തുക്ക വന്നതുകൊണ്ട് കൊലപാതകം നടന്നില്ല. ഈശ്വര, ഈ ഒരു മോൻ കാരണം ഞാൻ ഇനിയും ചെയ്തിരണോ? അയ്യോ, അദ്ദേഹം അറിഞ്ഞ. ശങ്കര, ഇതൊന്നും അദ്ദേഹം അറിയരുത്. ഇല്ല അച്ഛനെ. നിന്റെ മകന്റെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു പോയതിലാണ് നിനക്ക് വിഷമല്ലേ? അവൻ തല്ലുകൂടി വിവരം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അവൻ കാരണം എനിക്ക് തല നിവർത്തി നടക്കാൻ വയ്യാത്ത കരി വന്നിരിക്കുകയാണ്. വീട്ടിലിരിക്കുന്ന ഞാൻ ഇതിനൊക്കെ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ഒരു ചമ്പക്കച്ചവടക്കാരന്റെ മകനാണ് ബഷീർ. അവനെ പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. അത് മൊയ്തുവിന്റെ ഭാഗ്യം. ഇവിടെ ജസ്റ്റിസ് ദേവരാജന്റെ മകൻ പേരെടുത്തുകൊണ്ടിരിക്കുകയാണ് തെരുവുതണ്ടിയായിട്ട്. അവനെ ഞാൻ പോയി ക്ഷണിച്ചുകൊണ്ട് വരത്തിലാണ് നിനക്ക് പരാതി. ഞാൻ പറഞ്ഞു പോയതിന് മാപ്പ് തരണം. അവനെ കുറിച്ച്
ഞാനിനി അങ്ങോട്ട് സംസാരിക്കുകയില്ല. എങ്ങനെയോ തൊലഞ്ഞു പോട്ടെ. എന്താ മോനെ? വാപ്പ, എനിക്ക് അമേരിക്കയിൽ ഹയർ സ്റ്റഡീസിന് ഒരു ചാൻസ് വന്നിട്ടുണ്ട്. വാപ്പയുടെ അഭിപ്രായം പറഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് കരുതി. ഈ ദുനിയാവില് മോൻ എത്രയ്ക്ക് വലുതാവുന്നു അത്രയ്ക്കും ബാപ്പയ്ക്ക് സന്തോഷമുണ്ട്. എപ്പോഴാ പോകേണ്ടത്? യാത്ര 2-3 മാസം കഴിഞ്ഞേ ഉണ്ടാവൂ. പക്ഷെ അതിന്റെ എഴുത്തുകൾ എപ്പോഴേ നടത്തണം. ഏത് നല്ല കാര്യവും എന്റെ ഉമ്മയോട് ചോദിച്ചിട്ടേ ബാപ്പ ചെയ്യാറുണ്ട്. മോൻ പോയി ഉമ്മയോട് ചോദിക്കും. ശരി. ഉമ്മ, വളരെ കഷ്ടപ്പെട്ടാണ് വാപ്പ എന്നെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചത്. എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് വാപ്പ ഇന്നും ജീവിക്കുന്നത്. എനിക്ക് അന്യനാട്ടിലേക്ക് പഠിക്കാൻ പോവാൻ ബാപ്പ അനുവാദം തന്നു. ഉമ്മയും കൂടി എന്നെ അനുഗ്രഹിക്കണം. അല്ല മോനെ രാജ, ഇപ്പൊ തന്നെ ചന്തയിലോട്ടിയല്ലേ, നമ്മൾ നിസ്കരിച്ചിട്ട് വന്നേക്കാം. ശരി. വേലുവിന് 2 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റൂ. അതുവരെ മീനിറക്കുന്നിടത്തും പണം പിടിക്കുന്നിടത്തും നീ എന്നെ നില്ലേ. എല്ലാം ഞാൻ ചെയ്തോളാം. അല്പം പോ. അതാ അമ്മ ഇവിടെ നിന്നെ കാണാൻ വന്നത്. ഇതെന്താടേ ഇത്? ഒരു മുറിവ് പറ്റിയതാ. ഇത്രയൊക്കെ ആയിട്ടും വീട്ടിൽ വന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നിനക്ക് കഴിയില്ല അല്ലേ? അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. എനിക്ക് ചന്തയിലേക്ക് പോകണം. രാജ, അച്ഛനമ്മമാരെ വിഷമിപ്പിക്കുന്നതിന് ഒരു അതിര് വേണം മോനെ. എന്നെ പറ്റി ആരും വിഷമിക്കണ്ട. വാ എന്റെ കൂടെ. ഞാനില്ല. രാജ, രാജ. അമ്മ എന്ത് ഇവിടെ നിന്ന് കളഞ്ഞത്? അവൻ പോന്ന പോക്ക് മോൻ കണ്ടില്ലേ? എന്നോട് എത്ര നിർദ്ദയമായിട്ടാണ് സംസാരിച്ചെന്നറിയാമോ? അമ്മ വന്നാട്ടെ. മൊയ്തുക്ക എവിടെ മോനെ? വാപ്പ് നിസ്കരിക്കുക. മോൻ എനിക്ക് വേണ്ടിയെങ്കിലും രാജനെ ഒന്ന് പറഞ്ഞു തിരുത്തണം. അവൻ തെറ്റ് ചെയ്തെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. ബഷീർ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അങ്കിൾ രാജനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കോളേജിൽ നടന്ന സംഭവത്തിന്റെ പേരിലല്ലേ? അതെ മോനെ. അമ്മയോട് സത്യം തുറന്നു പറയാൻ എനിക്ക് മനസാക്ഷി കുത്തുണ്ട്. എന്തിന്? സമരം നടക്കുന്നതിനിടയിലാണ് ലെക്ചററെ ആസിഡ് ബൾബ് എറിഞ്ഞത്. അതിന്റെ പേരിൽ യൂണിയൻ സെക്രട്ടറിയായ എന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ പ്രിൻസിപ്പൽ തീരുമാനമെടുത്തപ്പോൾ ഒന്നും അറിയാത്ത രാജൻ സ്വയം കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണോ? അതെ അമ്മേ. അന്ന് രാജൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എല്ലാം ഞാനെന്ന് വിശ്വസിച്ചു കഴിയുന്ന എന്റെ വാപ്പയ്ക്ക് എന്നെ ഇന്നൊരു ഡോക്ടറെ കാണാൻ കഴിയുമായിരുന്നു. ബഷീർ, അമ്മ എന്നോട് ക്ഷമിക്കണം. ഈ സത്യം ഇന്ന് വരെ ഞാൻ മറച്ചു വെച്ചത് വാപ്പയെ ഭയന്നാണ്. പക്ഷെ എനിക്ക് വേണ്ടി ഇനി രാജന്റെ ജീവിതം തകരാൻ പാടില്ല. ഇനി അവന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? രാജനെ വീട്ടിലേക്ക് വിളിപ്പിക്കാൻ വേണ്ടി ഞാൻ റസിയുടെ വാപ്പയെ കൊണ്ട് ഫോൺ ചെയ്യിക്കാം. അദ്ദേഹം പറഞ്ഞാൽ അങ്കിൾ നിരസിക്കില്ല.
പ്രസാദം. ഒരു സ്നേഹം നിറഞ്ഞ അമ്മ മകന്റെ പിറന്നാളായതുകൊണ്ട് അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി നടത്തി പ്രസാദം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അച്ഛന് മക്കളെ മറക്കാൻ കഴിയും, അമ്മയ്ക്ക് കഴിയില്ലല്ലോ. ഞാൻ മറക്കുകയല്ല, അവൻ എന്റെ മനസ്സിൽ നിന്നേ മാഞ്ഞു പോയിരിക്കുന്നു. അയ്യോ, അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് അവൻ തെരുവ് തന്നെയാണെങ്കിലും ഞാൻ അവനെ പ്രസവിച്ച അമ്മയാണ്. യെസ്, ദേവരാജൻ ഹിയർ. ഞാൻ കാതറാണ്. കാതറാണോ? നമ്മുടെ എല്ലാം കുടുംബത്തിന്റെ അഭിമാനത്തെ ഓർത്തെങ്കിലും രാജനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോണം. വാട്ട് യു മീൻ? രാജനെ പറ്റി പോലീസ് സ്റ്റേഷൻ വരെ കംപ്ലൈന്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലോ? അതെ, അവൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കൂടുതൽ തെറ്റുകളിലേക്ക് തള്ളിവിടാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. മക്കളെ നന്നാക്കാൻ വേണ്ടി ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് ചിലതെല്ലാം സഹിക്കേണ്ടതായി വരും. അതിന് തയ്യാറില്ലെങ്കിൽ ഇന്നത്തേക്കാൾ ലജ്ജിക്കേണ്ട സ്ഥലങ്ങളിൽ വെച്ചായിരിക്കും അവനെ കാണേണ്ടി വരിക. നിന്റെ മകനെ ഓർത്ത് ഇനിയും രാപ്പകൽ ഇങ്ങനെ കണ്ണീർ കൊടുക്കണ്ട. പോയി കുളിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരാം. നേരാണോ?